ഇന്നസെന്റ് ഏട്ടനെ സങ്കടപ്പെടുത്തുന്ന ഡയലോഗുകൾ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്ത ഈ ഫിലിപ്സിൽ അങ്ങനത്തെ കുറച്ച് സെന്റിമെന്റ്സ് ഒരു സാധനം ഇങ്ങനെ കൊടുക്കുമ്പോൾ പൈസ എന്തോ കൊടുക്കുമ്പോൾ ഇന്നസെന്റ് ആയിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, കുളിരുണ്ടെങ്കിലല്ലടാ കോട്ടിന് കാര്യമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് അതൊരു ഒരു ഭയങ്കര ടച്ചാണ് അത് സീൻ. അത് മുകേഷിനോട് പറയുന്നൊരു ഡയലോഗാണ്, പൈസ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നൊരു കുളിരുള്ളപ്പോഴേ കോട്ടിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കോട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വിഷമതകൾ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പൈസ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നുള്ളൊരു സംഭവം. കാരണം പണ്ട് കാലത്ത് ഇഷ്ടം പോലെ പണിക്ക് പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കാരണം ഒരു പെട്ടെന്നുള്ളൊരു മോചനം നമുക്ക് കിട്ടിയത് ഈ കലാഭവനിൽ വരവും പുട്ടുകച്ചവടത്തിൻ്റെ വരവും, അതുപോലെ തന്നെ മറക്കാൻ പറ്റില്ല സിനിമാലയ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം. എത്ര വർഷം ഉണ്ടായി സിനിമാലയിൽ? സിനിമാലയിൽ ഞാൻ വരുന്നത് എനിക്ക് തോന്നുന്നത് 13 വർഷത്തോളം ഞാൻ ഉണ്ടായിട്ടുണ്ടാവും. മനോജും ഏകദേശം ഒരു 10 വർഷം മനോജും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് മനോജ് പിന്നെയും ഡയനേച്ചർ പരിപാടി തന്നെയായിട്ടുള്ള ബെഡായി ബംഗ്ലാവിലും വന്നത്. ബെഡായി ബംഗ്ലാവിൽ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ 15 വർഷം അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ചെയ്തതൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് ഒക്കെ നല്ല ഇതിൽ സ്പേസിൽ വന്ന് പെട്ടു. അതെ അതെ അതെ. മിമിക്രി കളിച്ച് വാഹനങ്ങൾ വാങ്ങിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വാഹനപ്രേമിയല്ല. അതിന് കാരണമുണ്ട്. കാരണം വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു വാഹനം, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഒരുത്തിൻ്റെ നിന്ന് വാങ്ങിക്കുകയാണ്. അന്ന് 25,000 രൂപയുണ്ട് ഒരു സ്പ്ലെൻഡർ ബൈക്ക്. അത് മേടിച്ച് ഒരു യാത്ര പോകണം. ആ യാത്ര പോകണ അന്ന് തന്നെ ആ വണ്ടിയുടെ ബുക്കും പേപ്പറും പറന്നുപോയി എവിടേക്ക്. അതെങ്ങനെയാ? എന്നിട്ട് ഇതിന്റെ ഒറിജിനൽ RC ഓണറില്ലേ അയാൾക്ക് കിട്ടിയത്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറയാ, ഒരു 5,000 രൂപ കൂടി വേണം, എന്നാ വണ്ടി വിട്ടു തരാൻ. അതിന് സാക്ഷി നമ്മുടെ മരിച്ചുപോയ കൊച്ചിങ്ങിനിഫിക്കിന് അന്ന് CI മഹാദേവൻ 4 അടി 5 ഇഞ്ച് ആ പടത്തിന്റെ 5 അടി 4 ഇഞ്ച് അതിന്റെ ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് എറണാകുളത്ത് കൊച്ചിൻ ടവറിൽ വിളിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ പരവേശം കണ്ടിട്ട് അനീഫിക്ക് ചോദിക്കണം, എന്താ പറ്റിയത് പറയും. ഇല്ല ഇങ്ങനെ വണ്ടി പോയി അവന് കിട്ടി, എന്നിട്ട് അവൻ 5,000 രൂപ കൂടുതൽ ചോദിക്കണെന്ന് പറഞ്ഞു. എവളാ പന്നി അപ്പൊ ഇല്ല. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഒരു വണ്ടിയുണ്ട്, ഈ വണ്ടി കൊടുത്തിട്ട് അവന്റെ ഒരു വണ്ടി ഞാൻ മേടിച്ചു. 5,000 രൂപ കൂടുതൽ കൊടുക്കും ചെയ്തു. അല്ല ഞാൻ ജോഷി എനിക്ക് മനസ്സിലാവും. അതായത് ഞാൻ വണ്ടി സെക്കൻഡ് ഹാൻഡ് അല്ലേ, നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ടില്ല. നമ്മുടെ പേരിൽ ആക്കിയിട്ടില്ല, വണ്ടി എടുത്തിട്ടുള്ളൂ. 2 ദിവസമൊക്കെ കഴിയില്ല ഒരു RC ഓണറിന്റെ പേരൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. അല്ല ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ നിന്റെ ഈ ബുക്കും പേപ്പറും പറന്നു പോയിട്ട് അതിൽ നമ്പർ എടുത്ത് അയാളെ വിളിച്ച് കൊടുത്തു കാണും. അവനൊരു 5,000 എക്സ്ട്രാ അവന് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു വണ്ടി പറഞ്ഞത് MSL മദ്രാസിൽ നിന്ന് ചേട്ടൻ കൊണ്ടുവരുന്നൊരു വണ്ടി, കാറ്. അപ്പോൾ കാറ് ഉന്തിത്തള്ളി ഇങ്ങനെ ഇറക്കണം ഞങ്ങൾ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉന്തിത്തള്ളി നമ്മൾ പതുക്കെ ഇറക്കും. ബസ് 2 ഓടുണ്ട് ആ റൂട്ടിൽ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് എൻ്റെ ഓടിക്കല് ടൈമിങ്. ഒരു ദിവസം എന്തോ വണ്ടി എടുത്ത് ഞാൻ ഒരു വളവിലെത്തിയ വശം പ്രതീക്ഷിക്കാതെ ബസ് ഒരു വരവ് തിരിഞ്ഞിങ്ങനെ നിൽക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടും വണ്ടി ഓഫായി പോവുകയും ചെയ്തു. ഞാൻ പിന്നെ എനിക്ക് സ്റ്റാർട്ടാവണില്ല, പറ്റണില്ല എനിക്ക്. ഞാൻ എന്ത് ചെയ്തു, ചാവി കാറിൽ വെച്ചിട്ട് ഡോർ തുറന്നിട്ട് ഒറ്റോട്ടം ഓടി അപ്പുറത്തോട്ട് ഞാൻ മാറി നിൽക്കുക. അപ്പൊ ബസ്സിലെ ഡ്രൈവർ എന്തൊക്കെ ചീത്തൊക്കെ വിളിക്കുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി വന്നിട്ട് ഈ കാർ എടുത്ത് മാറ്റിട്ടു, എന്നിട്ട് ബസ്സും കൊണ്ടുപോയി. അപ്പൊ വാഹനം എന്ന് പറയുന്നത് നമ്മളതിൽ വാഴില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിനോടൊരു ക്രേസ് പേടിച്ചു പോയി. ഡ്രൈവിങ് എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ എനിക്ക് കഷ്ടകാലം നേരത്ത് പിന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സാധനം കുറെ നാളുകൾക്ക് ശേഷം കിട്ടുന്നത് സൂസു സുദീപാത്മീക. സൂസു സുദീപാത്മീകത്തിൽ എനിക്ക് കിട്ടുന്ന ശേഷം ഡ്രൈവർ വേഷമാണ്. പെട്ടുപോയി. ഇന്നോവ എടുത്ത് ഓടിക്കണം. ഇന്നോവ. അപ്പൊ 2 ദിവസം ഞാൻ ഈ ഇന്നോവൊക്കെ എടുത്ത് ഓടിച്ചു. അത് ഗ്രൗണ്ടിലിട്ട് വെറുതെ ഇങ്ങനെ കറക്കി ഓടിച്ചു. ഇത് ലൈനിലിറക്കണ്ടേ, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവണ്ടേ. അപ്പൊ മുകേഷ് ഏട്ടൻ, ജയസൂര്യ, ഇവർ 2 പേരും വണ്ടിയിലുണ്ട്. പിന്നെ നമ്മുടെ ഗോകുലിന് ഈ 3 പേരാണ് വണ്ടിയിൽ. അപ്പൊ എൻ്റെ ഈ വെപ്രാളം ഇതൊക്കെ കണ്ടപ്പോൾ മുകേഷ് ഏട്ടൻ, ജോഷി എന്നൊരു കാര്യം ചെയ്യും, മറ്റേ സെക്കൻഡ് ഗിയർ ഇട്ട് വയ്ക്കും. പിന്നെ ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യമില്ല, സെക്കൻഡ് ഗിയർ ഇട്ട് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാം. അപ്പൊ എനിക്കിതിന്, അതായത്
എത്ര നമ്മളെ ഇത് ചെയ്യാൻ പറ്റുമോ അതുപോലെ എന്നെ നശിപ്പിച്ചു. വീണ്ടും എനിക്ക് ജയശ്രീയുടെ പടം വരുന്നത് പുണ്യാളൻ 2, അതിലും ഡ്രൈവർ. അയ്യോ അപ്പൊ സാർ എന്നോട് ചോദിച്ചു വണ്ടിക്ക് ഓക്കെ അല്ലേ? പിന്നെ എന്നിട്ട് എന്ത് ചെയ്ത് വണ്ടി ഇങ്ങനെ കുലുക്കിയിട്ട് നീ ഓടിക്കുമ്പോലെ എന്താടാ അതെന്താണെന്ന് അറിയണില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു വാഹനത്തിനോട് അങ്ങനെ വലിയ ഇതില്ല. എന്തെങ്കിലും യാത്ര പോകണമെങ്കിൽ വാഹനം വിളിക്കുന്നു, പോകുന്നു. ഇപ്പോഴും വണ്ടി ഓടിക്കില്ലേ? വണ്ടി ഓടിക്കും. നമുക്ക് തന്നെ കിട്ടുന്ന ചില ധൈര്യങ്ങളുണ്ട്. അതാണ് ഇപ്രാവശ്യം ഒരു സിനിമ ചെയ്തു ഡ്രൈവറായിട്ട്. ഡ്രൈവറല്ല, അത് ഇത്തിരി ഒരു ക്വാളിറ്റി കൂടി പുള്ളിക്ക്. പുള്ളി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാ. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ കിട്ടിയത് ഡ്രൈവിംഗ് സ്കൂൾ. എന്നിട്ട് അതില് ഒരു ചെറിയ അതായത് കാർ ഓടിക്കുന്ന സീൻ ചെറുതാ. അത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ മതി. സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്ത ഏറ്റവും ഒരു പുതിയ ഫിലിമിന്റെ പേര് ഇട്ടിട്ടില്ല, വിഷ്ണു എന്ന് പറഞ്ഞാണ് എൻ്റെ ഡയറക്ടർ. അപ്പൊ അത് ഞാൻ പേടിച്ചു പോയി. പക്ഷെ വേഷവും ഇതും ഒക്കെ ഒത്തു വന്നു ശരിക്കും. അപ്പൊ കുഴപ്പമില്ലാണ്ടായി.